നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മനുഷ്യരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് ഒരു വീട് എന്നുള്ളത്. വീടും സ്ഥലവും ഒരുമിച്ച് വാങ്ങുക എന്നുള്ളത് സാധാരണ ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് ഒരു ബാങ്കും ലോണും കൊടുക്കാറില്ല. എങ്ങനെയാണ് നമുക്ക് സ്വന്തമായി വീടും അതുപോലെ സ്ഥലവും ഒരുമിച്ച് വാങ്ങാനും അല്ലെങ്കിൽ വീടും സ്ഥലം ഒരുമിച്ച് വാങ്ങാനുമെല്ലാം നമുക്ക് ലോൺ ലഭിക്കുക? അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് ആവശ്യം വരിക എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ ആദ്യത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സ്ഥലമുള്ള ആളുകൾക്ക് വീട് വെക്കാൻ ഒരുപാട് ബാങ്കുകൾ ലോൺ നൽകുന്നുണ്ട്. അത് ഹൗസിംഗ് ലോണായിട്ടും മറ്റൊരുപാട് ലോണുകൾ സ്കീമിലും നമുക്ക് ഇങ്ങനെ പണം ലഭിക്കാറുണ്ട്. എന്നിരുന്നാലും സ്വന്തമായ സ്ഥലമില്ലാത്ത ആളുകൾക്ക് വീട് വെക്കാൻ ലോൺ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതിന് പരിഹാരമായിട്ടാണ് ഇപ്പോൾ ഒട്ടുമിക്ക ബാങ്കുകളും ഒരുപാട് സ്കീമുകൾ പുറത്തിറക്കുന്നുണ്ട്. ഇത് ചെറിയ 10 ലക്ഷം മുതൽ 5 ലക്ഷം വരെയുള്ള സംഖ്യകളായിരിക്കും നമുക്കിതിന് ലഭിക്കുക. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന സ്ഥലത്തിൻ്റെ മാർക്കറ്റ് വില അനുസരിച്ച് നമ്മുടെ ലോൺ എമൗണ്ടുകളും കൂടുകയും കുറയുകയും ചെയ്യാം. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് ബാങ്കിലാണോ നിങ്ങൾ സ്ഥിരമായി നിങ്ങളുടെ പണമിടപാടുകൾ നടത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഏതാണോ അടുത്ത ബാങ്കുള്ളത്, ആ ബാങ്കുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ സ്ഥലം വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻ്റ് നമ്മൾ പരിശോധിക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ലോൺ എടുക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ബാങ്കുമായി ബന്ധപ്പെടുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ബാങ്കിലെ ലീഗൽ അഡ്വൈസർ ഉണ്ടാകും, ഈ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെൻ്റ് നോക്കുന്ന ആളുകളുണ്ടാകും. അവരുമായി നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലം രജിസ്ട്രേഷന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ കൈവശം വയ്ക്കേണ്ടതെന്നും എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നും എന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഓണറുമായി നമ്മളൊരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയും ആ എഗ്രിമെൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുക. നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ ഈ ഒരു എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യാറില്ല. നമ്മൾ ഈ സ്ഥലം നമ്മുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരാമെന്നും അതിന് ഇത്ര രൂപയാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു എഗ്രിമെൻറ്റ് ഉണ്ടാക്കി എഗ്രിമെൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ഈ എഗ്രിമെൻ്റ് അവിടെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ലോൺ ലഭിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എഗ്രിമെൻറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ആധാരമെല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ആധാരം മറ്റു കാര്യങ്ങൾ നമ്മൾ ബാങ്കിൽ ഏൽപ്പിക്കേണ്ടി വരും. ലോൺ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ലോണിൻ്റെ എല്ലാ നിയമവശങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ പലിശയുടെ വിഭാഗങ്ങൾ, ചിലപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെ ആകില്ല ബാങ്ക് ലോണിൻ്റെ പലിശ വിഭാഗങ്ങൾ വരിക. ഒരു വർഷത്തേക്ക് എത്രയാണ് പലിശ എന്നുള്ളതും അത് നമ്മൾ മൊത്തം അടച്ചു തീരുമ്പോൾ എത്രയാണെന്നുള്ളതും നമ്മൾ കണക്കാക്കി മനസ്സിലാക്കി നമ്മൾ അടക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലോൺ എടുക്കുമ്പോൾ ഒരിക്കൽ നമ്മൾ RBI ഗവൺമെൻറ് അംഗീകാരമില്ലാത്ത ഓൺലൈൻ ആപ്പുകളിൽ നിന്നോ ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രദ്ധിക്കരുത്. നമുക്കറിയാം, ഇപ്പോൾ ഒരുപാട് ലോൺ ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറുകളിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലെല്ലാം ഒരുപാട് ആപ്ലിക്കേഷനുകളുണ്ട്. നമ്മൾ നമ്മുടെ ആധാർ നമ്പറും മറ്റു കുറച്ച് കാര്യങ്ങൾ നൽകി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിനിറ്റിനകം തന്നെ ലോൺ ലഭിക്കുന്ന ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായി തന്നെ നിർബന്ധമായിട്ട് നമ്മൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ RBI അപ്രൂവൽ ഉണ്ടോ, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റാർട്ട്സ് മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുക. ലോൺ ആവശ്യങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ ചെറിയ സംഖ്യയിൽ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ RBI അപ്രൂവ്ഡ് ഉള്ള വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്നോ മറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.